നമസ്കാരം. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളുടെ കാര്യത്തിൽ ആശങ്ക ഒഴിയുന്നില്ല. നമ്മുടെ യുവതലമുറയെ ലഹരിമുക്തമാക്കാൻ അശ്രാന്ത പരിശ്രമമാണ് പോലീസ്, എക്സൈസ് വകുപ്പുകൾ നടത്തുന്നത്. തൃശൂരിലെ ചെറുതുരുത്തിയിൽ പോലീസ് പിടിച്ചെടുത്ത 1 കോടിയോളം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുടെ ചാക്കുകളിലുണ്ടായിരുന്ന ചെറിയ പാക്കറ്റുകൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമായതിന് പിന്നാലെ വ്യാപക പരിശോധനയ്ക്കൊരുങ്ങുകയാണ് എക്സൈസ്. നിരോധനം കാരണം പുകയില ഉൽപ്പന്നങ്ങളുടെ കേരളത്തിലെ വില 50 രൂപയും അയൽ സംസ്ഥാനങ്ങളിൽ കേവലം 8 രൂപയുമാണ്. ഇതാണ് പുറത്തുനിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ വരുന്നതിനുള്ള പ്രധാന കാരണം. കടകളിൽ തുടർച്ചയായ പരിശോധനയും അധ്യാപകർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കുമടക്കം വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും നടത്താനാണ് എക്സൈസ് ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്കൂൾ അധ്യാപകരെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എല്ലാ ക്ലാസുകളിലും വിമുക്തി ക്ലബ്ബുകൾ കൂടുതൽ അധ്യാപകരെ ഉൾപ്പെടുത്തി സജ്ജമാക്കും. കഴിഞ്ഞ ദിവസം പോലീസ് ഒരു രാത്രി മുഴുവൻ വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് 1 ലക്ഷത്തോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകൾ ചെറുതുരുത്തിയിൽ നിന്ന് പിടികൂടിയത്. 3 തരത്തിലുള്ള പാക്കറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. മുതിർന്നവർക്കുള്ള വിവിധ വലുപ്പത്തിലുള്ള പാക്കറ്റുകളോടൊപ്പമാണ് കുട്ടികൾക്കുള്ള പാക്കറ്റുകളും ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച പിടികൂടിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ അന്വേഷിച്ചു പോയ പോലീസ് സംഘം ഇവ വൻതോതിൽ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ കണ്ടെത്തി റെയ്ഡ് ചെയ്യുകയായിരുന്നു. ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്തത് 80 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളായിരുന്നുവെങ്കിൽ റെയ്ഡിനിടെ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയത് 12 ചാക്കുകളിൽ 9,000 പാക്കറ്റുകളാണ്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വാടക വീടെടുത്താണ് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ചാക്കുകൾ സൂക്ഷിച്ചത്. അധ്യയന വർഷാരംഭവുമായി ബന്ധപ്പെട്ട് പോലീസ്, എക്സൈസ് അടക്കമുള്ള വകുപ്പ് അധികൃതരുമായി കളക്ടറുടെ യോഗം ഉടൻ നടക്കും. ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. സ്കൂളുകളിൽ കൂടുതൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അടുത്ത ദിവസം തന്നെ സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ കർശന പരിശോധന നടക്കുമെന്നാണ് സൂചന. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ പരിധിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും എക്സൈസ് അധികൃതർ പറയുന്നു. ഇതിൽ വിമുക്തി പദ്ധതിയാണ് എടുത്തു പറയേണ്ടത്. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ടാണ് വിമുക്തി എന്ന ബോധവൽക്കരണ മിഷന് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിനുമായാണ് പ്രധാനമായും വിമുക്തി മിഷനിലൂടെ ലക്ഷ്യമിടുന്നത്. മദ്യവർജനത്തിന് പ്രോത്സാഹനം നൽകാനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് ഒരു ബോധവൽക്കരണ മിഷന് രൂപം നൽകുമെന്ന് കേരള ഗവർണറുടെ 2016-17 നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപഭോഗത്തിനെതിരെയുള്ള അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി അവ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഒരു ബോധവൽക്കരണ മിഷന് രൂപം നൽകുമെന്ന് സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിലും സൂചിപ്പിച്ചിരുന്നു. ഇതാണ് വിമുക്തി മിഷന്റെ ആദ്യപടി. സ്കൂൾ, കോളേജ് ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, SPC, കുടുംബശ്രീ, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ, മദ്യവർജന സമിതികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥി, യുവജന, മഹിളാ സംഘടനകൾ എന്നിവരുടെ പങ്കാളിത്തത്തോടുകൂടി വിദ്യാർത്ഥി യുവജനങ്ങളെ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം ഇതിലൂടെ കൈവരിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി ചെയർമാനും എക്സൈസ് വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനും നികുതി വകുപ്പ് സെക്രട്ടറി കൺവീനറുമായ സംസ്ഥാന ഗവേണിംഗ് ബോഡിയും, എക്സൈസ് വകുപ്പ് മന്ത്രി ചെയർമാനും നികുതി വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനും, എക്സൈസ് കമ്മീഷണർ കൺവീനറുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ജില്ലാ കളക്ടർ കൺവീനറും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈസ് ചെയർമാനുമായ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും, തുടർന്ന് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റ് ചെയർമാനും സെക്രട്ടറി കൺവീനറുമായ സമിതിയും, വാർഡ് തലത്തിൽ പൌരമുഖ്യൻ ചെയർമാനും വാർഡ് മെമ്പർ കൺവീനറുമായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സാമൂഹിക ക്രിയാത്മകമായ ചുവടുവയ്പുകൾ, വിദ്യാഭ്യാസ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ, മദ്യം, മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയവരുടെ തിരുത്തൽ പ്രക്രിയ, ലഹരി ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും വിപണിയും ഇല്ലാതാക്കൽ, പുനരധിവാസം എന്നീ പ്രവർത്തനങ്ങളാണ് വിമുക്തിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ നിറം തേടി തനിനിറം.